എമ്പുരാൻ റീ എഡിറ്റിൽ 24 ഭാഗങ്ങൾ വെട്ടിമാറ്റി. കലാപരംഗത്തെ സ്ത്രീകൾക്കെതിരായ അതിക്രമരംഗങ്ങൾ ഒഴിവാക്കി. NIA കുറിച്ച് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തു. നന്ദി ക്രെഡിറ്റിൽ നിന്ന് സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കി. വില്ലന്റെ പേരും മാറ്റി. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, റീസെൻസർ ചെയ്തതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 24 കട്ടുകളാണ് പുതിയ എമ്പുരാനിൽ ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി ക്രെഡിറ്റിൽ നിന്ന് സുരേഷ് ഗോപിയുടേതടക്കം പേരുകൾ മാറ്റിയിരിക്കുന്നു. സമഗ്രമായ വിവരങ്ങൾ. തീർച്ചയായും മനു, ഏതായാലും എമ്പുരാനിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, പുതിയ കട്ടുകൾ വരുമ്പോൾ മനു സൂചിപ്പിച്ചതുപോലെയാണ് 24 ഭാഗങ്ങളിലാണ് കട്ടുകൾ വരുത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നന്ദി കാർഡിൽ, ഇതിൻ്റെ സിനിമയുടെ നന്ദി കാർഡിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പ്രധാന വില്ലൻ കഥാപാത്രത്തിൻ്റെ പേര് അത് ബാബ ബജ്രംഗി എന്നുള്ളതായിരുന്നു. ആ ബാബ ബജ്രംഗി എന്നുള്ളത് മാറ്റി ബൽദേവ് എന്നാക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പ്രധാന കഥാപാത്രവും വില്ലൻ കഥാപാത്രവും തമ്മിലുള്ള ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. ആ സംഭാഷണത്തിൻ്റെ ഭാഗത്തും വെട്ടുണ്ട്. മറ്റൊന്ന് NIA എന്ന് പറയുന്ന പരാമർശം, ആ പരാമർശം മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ പൃഥ്വിരാജിൻ്റെ അച്ഛൻ കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണം, ആ സംഭാഷണത്തിലും വിട്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം, അതായത് ഈ മുസ്ലിങ്ങൾക്കെതിരെ നടന്ന കൂട്ടക്കൊലപാതകം, അവിടെ സ്ത്രീകൾക്കെതിരായി നടന്നിട്ടുള്ള അതിക്രമ സീനുകൾ അത് മുഴുവനായി തന്നെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സീനുണ്ട്, ആ രംഗവും വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ ഏതായാലും സംഘപരിവാറിന്റെ താല്പര്യമില്ലാത്ത സീനുകൾ എല്ലാം തന്നെ ആ ചിത്രത്തിൽ നിന്നും വെട്ടിമാറ്റി അതിൻ്റെ ഒരു പുതിയ പതിപ്പായിരിക്കും ഇനി വരിക. ആ വെട്ടിമാറ്റിയത് 27 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ്, 24 ഭാഗങ്ങളിൽ നിന്നായിട്ടാണ് ഈ ഒരു വെട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഈ രേഖകളിൽ നിന്നും വ്യക്തമാകുന്നതും. മനു, എത്ര മിനിറ്റാണ്? ഒരു 3 മിനിറ്റിൽ താഴെയാണോ ഈ സമയം വെട്ടിമാറ്റിയ ഭാഗങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ? 3 മിനിറ്റോളമാണ് ഈ വെട്ടിമാറ്റിയ ഭാഗങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ 3 മിനിറ്റോളം വരും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങൾ തന്നെ ഒഴിവാക്കിയാണ്. കാരണം ആ രീതിയിലുള്ള പ്രചരണമാണ് സംഘപരിവാർകാർ ഈ ഒരു ചിത്രം റിലീസായത് മുതൽ തന്നെ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ അവർക്ക് അനിഷ്ടകരമായിട്ടുള്ള എന്തൊക്കെ അവർക്കെതിരെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, ആ ഭാഗങ്ങൾ തന്നെ കൃത്യമായ രീതിയിൽ വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ സെൻസർ ചെയ്തിട്ടുള്ള എമ്പുരാൻ അതിൻ്റെ ഈ ഒരു ഡോക്യുമെന്റിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും ഇനിയിപ്പോൾ പുതിയ പതിപ്പ് ആയിരിക്കും ഇനി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുക. കാരണം അതിന് മുന്നോടിയായി തന്നെ ഏതൊക്കെ ഭാഗങ്ങൾ നീക്കണം എന്നത് സംബന്ധിച്ചും സംഘപരിവാർ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഏകദേശം 3 മിനിറ്റ് വരുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ശരി, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. റീസെൻസർ ചെയ്തതിന്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 24 കട്ടുകളാണ് എമ്പുരാൻ സിനിമയിൽ റീസെൻസർ ചെയ്തപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയുടെ പേര് നന്ദി ക്രെഡിറ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. മതചിഹ്നങ്ങളുടെ മുൻപിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സീൻ മാറ്റിയിരിക്കുന്നു. വില്ലന്റെ പേര് മാറ്റിയിരിക്കുന്നു. ഗുജറാത്ത് കലാപം കാണിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമം ആ രംഗങ്ങളിൽ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു, അത് മാറ്റിയിരിക്കുന്നു. അങ്ങനെ സംഘപരിവാറിനെ നോവിച്ച ചിഹ്നങ്ങളെല്ലാം മാറ്റിയാണ് ഇപ്പോൾ പുതിയ സിനിമ ഇനി അല്ലെങ്കിൽ റീ എഡിറ്റ് ചെയ്ത ചിത്രം വരിക എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. റീസെൻസർ രേഖയുടെ വിവരങ്ങളാണ് ഷീജ നൽകിയത്.